السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي خلق فسوى والذي قدر فهدى والذي أخرج المرعى. اللهم صل وسلم وبارك على نبينا محمد. ഏറെ സ്നേഹാദരങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ, പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ഏറെ സവിശേഷമായ പ്രത്യേകതയാണ് സന്തുലിതത്വം, വസ്തിയത്ത് എന്ന് പറയുന്നത്. ഈ വസ്തിയത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ചും പുതിയ കാലത്ത് അനിവാര്യമാണെന്ന് തോന്നുകയാണ്. പുതിയ കാലത്ത് പ്രത്യേകിച്ചും പുതുയൗവനം ഒന്നുകിൽ തീർത്തും മതനിരാസത്തിൻ്റെ അലസമായ ജീർണതകളിലാണ് ഉൾച്ചേർന്ന് നിൽക്കുന്നത്. അതല്ലെങ്കിൽ മതം എന്ന് പറയുന്നത് മതമായി മാറുന്ന ഒരു ആവേശക്കടലായി മാറുകയാണ്. മതം തലക്കുപിടിച്ച് അതൊരു ഭ്രാന്തായി മാറുന്ന സാഹചര്യവും നമ്മൾ കാണുകയാണ്. ഇത് രണ്ടിനുമിടയിൽ ജീവിക്കാൻ കഴിയുന്ന, ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവരോട് സഹകരിക്കാനും സഹിഷ്ണുതയോടെ പെരുമാറാനും ചുറ്റുമുള്ളവൻ്റെ വികാരങ്ങളെ, വിചാരങ്ങളെ, താല്പര്യങ്ങളെ, ഇഷ്ടങ്ങളെ, അനിഷ്ടങ്ങളെ, വെറുപ്പുകളെ പരിഗണിക്കാനും കഴിയുന്ന വിശാലമായ ഒരു തലത്തിലാണ് ഇസ്ലാം എപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു വസ്തിയത്ത് നമുക്ക് ഇസ്ലാമിൽ കാണാൻ സാധിക്കും എന്നത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ചില സ്ലൈഡുകളിലൂടെ നമുക്കത് വ്യക്തമാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒന്നാമതായിട്ട് ഇസ്ലാമിലെ വകദാലിക ജഅൽനാകും ഉമ്മതൻ വസത്വ, തീർച്ചയായും അല്ലാഹു തആല നമുക്ക് മതത്തെ ഒരു വസ്താക്കിയിട്ട്, ഇടയിലുള്ളതാക്കിയിട്ട്, എക്സ്ട്രീമിസത്തിൻ്റെ തീവ്രതയുമില്ല, മതനിരാസത്തിൻ്റെ ജഡികാവസ്ഥയുമില്ല. ഇത് രണ്ടിനുമിടയിലുള്ള ഒരു വസ്തീയത്ത്, സന്തുലിതത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു ആയത്തിൻ്റെ വിശദീകരണത്തിൽ അൻ-നക്കിത്ത് വൽ ഉയൂൻ എന്ന തഫ്സീറിൽ ഇമാം മാവർദി റഹിമഹുള്ള പറയുന്ന ഇബാറത്ത് ഏറെ ശ്രദ്ധേയമാണ്. അൽ വസ്ത് എന്ന് പറഞ്ഞാൽ മിനത്ത് തവസ്സുത്തി ഫിൽ ഉമൂർ, കാര്യങ്ങളിലെല്ലാം ഒരു മധ്യമ നിലവാരം നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. ലിഅന്നൽ മുസ്ലിമീന തവസ്സത്തു ഫിദ്ദീൻ, മുസ്ലിങ്ങൾ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ഒരു മധ്യമമായ നിലപാടിലാണ്. ഫലഹും അഹ്ലു ഗുലുവിൻ ഫീഹി, ഒരു കാര്യത്തിൻ്റെയും തീവ്രതയുടെ നിലപാടിലേക്ക് അവർ എത്തുന്നില്ല. വലാഹും അഹ്ലു തഖ്സീരിൻ ഫീഹി, ഒരു കാര്യത്തിലും അവർ നന്നേ കുറച്ചു കളയുന്നില്ല. ഇപ്പോൾ നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും നമുക്ക് അനുവദിക്കപ്പെട്ട ഒരു ഇളവ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ളുഹറും അസ്റും നമുക്ക് ജമ്മും കസറുമാക്കാം യാത്രക്കാരാണെങ്കിൽ. നാട്ടിൽ താമസിക്കുന്നവരാണെങ്കിലും ഇതുപോലെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ജമ്മാക്കാം എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് തൃപ്തി വരാത്തവരുണ്ടാവും. ഒരുപക്ഷെ എന്നാലും പള്ളിയിൽ പോയി ആ സമയത്ത് തന്നെ ഒന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാം എന്ന് ചിന്തിക്കുന്നൊരു മനസ്സ്, അല്ലെങ്കിൽ അവിടെ ഞാൻ യാത്രക്കാരനാണെങ്കിലും എനിക്ക് ഖസറാക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ. ഇത് ഞാൻ പറഞ്ഞത്, മതം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ തൃപ്തി വരാത്ത ഒരവസ്ഥ, അത് നമ്മൾ ഗൗരവതരമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിയമങ്ങളിൽ, വിധികളിൽ, വ്യവസ്ഥകളിൽ ഒക്കെ നമുക്ക് ഈ ഒരു വസ്തിയത്ത് കാണാൻ കഴിയും. പ്രകൃതിയുടെ ഒരു സന്തുലിതാവസ്ഥ നമുക്ക് കാണാൻ കഴിയും. ഇപ്പം നമ്മൾ എക്സിബിഷനൊക്കെ കണ്ട സമയത്ത് നിങ്ങൾക്കറിയാം, പ്രകൃതിയിലെ ഓരോന്നും ചലിക്കുന്നതിൻ്റെ വ്യവസ്ഥകൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. ഒന്നും മറ്റൊന്നിൻ്റെ
ആ ഒരു ചലനത്തിൻ്റെ തലത്തിൽ നിന്ന് വിട്ടുകിടക്കുന്നില്ല, അതിക്രമിക്കുന്നില്ല. ഭൂമി ഭൂമിയുടെ, സൂര്യൻ സൂര്യൻ്റെ, ചന്ദ്രൻ ചന്ദ്രൻ്റെ, ചൊവ്വ ചൊവ്വയുടെ, ശനിയും യുറാനസും നെപ്റ്റ്യൂണും, അങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കാലങ്ങളും കാലഘട്ടങ്ങളും കാറ്റും മഴയും ഈ പ്രപഞ്ചത്തിലെ പ്രകൃതിയിലെ സകലതും അതിൻ്റെ വളരെ കൃത്യമായ ഒരു സന്തുലിതാവസ്ഥ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്ന മനുഷ്യൻ മാത്രമാണ് ആ സന്തുലിതാവസ്ഥ എപ്പോഴും മാറ്റാൻ താല്പര്യപ്പെടുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. നോക്കൂ നിങ്ങൾ, വേദക്കാരായ ആളുകൾ ഈ മധ്യമ നിലപാടിൽ നിന്ന് അവർ മാറിയപ്പോൾ അള്ളാഹ് അവരെ ആക്ഷേപിക്കുന്ന സൂറത്തുൽ മാഇദയിലെ 77-ാമത്തെ വചനത്തിൽ പ്രവാചകരെ പറഞ്ഞു കൊടുക്കണം, യാ അഹ്ലൽ കിതാബ്, വേദക്കാരായ ആളുകളെ, ലാ തഗ്ലൂ ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, നിങ്ങൾ നിൽക്കുന്ന ഒരു നിലപാടുണ്ടല്ലോ, യഥാർത്ഥത്തിൽ നിൽക്കേണ്ടതായ ഒരു നിലപാട്, ആ നിലപാട് വിട്ടിട്ട് നിങ്ങൾ അതിക്രമത്തിലേക്ക് പോകാൻ പാടില്ല. ഇപ്പം നിൽക്കുന്ന ആ ഒരു മധ്യമ നിലപാട് വിട്ടിട്ട് നിങ്ങൾ അതിക്രമത്തിൻ്റെ തീവ്രതയുടെ നിലപാടിലേക്ക്, എക്സ്ട്രീമിസത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് അതിഗൗരവതരമായിട്ട് വാൺ ചെയ്യാണല്ല റസൂലുള്ളാഹിയുടെ തിരുനാവിലൂടെ. പ്രവാചകന്റെ അവസാന സഫർ 29 കയ്യിൽ തല വെച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് റബീഉൽ അവ്വൽ 12 ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്നത് വരെ മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ദിനരാത്രങ്ങൾക്കിടയിൽ ഇടക്ക് ബോധക്ഷയം സംഭവിക്കുന്നു. കുറഞ്ഞ നേരമാണ് ബോധം വരുന്നത്. ആ സമയത്ത് എഴുന്നേറ്റ് റസൂലുള്ളാഹി പറഞ്ഞൊരു വർത്താനാണ്, ലാ തചുറൂനി കമാ അചറത്തുൻ നസ്വാറ ബിൻ മറിയം, മറിയമിന്റെ പുത്രനെ എൻ്റെ നസ്രാനികളായ സഹോദരങ്ങൾ അവര് ചെയ്യാൻ അദ്ദേഹത്തിന് കൊടുക്കേണ്ട പ്രവാചകൻ എന്നൊരു സ്ഥാനം വിട്ടിട്ട് അദ്ദേഹത്തെ ദൈവമാക്കി. അതുപോലെ നിങ്ങൾ എന്നെ ആക്കാൻ പാടില്ല. ഇന്നമാന അബ്ദുൻ ഫഖൂലു അബ്ദുല്ലാ, എന്നെ നിങ്ങൾ, ഞാൻ അള്ളാന്റെ അടിമയാണ്, എന്നെ നിങ്ങൾ അള്ളാന്റെ അടിമ എന്ന് പറഞ്ഞാൽ മതി. വറസൂലുഹു, അവന്റെ പ്രവാചകൻ എന്നേ പറയാൻ പാടുള്ളൂ. പ്രവാചകനെ സയ്യിദ് എന്ന് വിളിച്ചപ്പോൾ പോലും പ്രവാചകൻ അവരെ തിരുത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഒരു ഹദീസിൽ ഇബ്നു അബ്ബാസ് പറയുന്നുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഗുലൂ ഫിദ്ദീൻ, മതത്തിലെ അതിക്രമത്തെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും അൽ ഗുലൂ ഫിദ്ദീൻ, അൽ ഗുലൂ ഫിദ്ദീൻ. നെക്സ്റ്റ്, മതത്തിലെ അതിരുകടക്കൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ആത്മീയമായ ആവശ്യങ്ങളുടെയും ശാരീരിക താല്പര്യങ്ങളുടെയും സമ്യക്കായ ഒരു സംയോജനമാണ് അള്ളാഹ് എപ്പോഴും താല്പര്യപ്പെടുന്നത്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ മുഅ്മിനൂനിൽ വല്ലദീന ഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ, അവരുടെ ഗുഹ്യാവയവങ്ങളൊക്കെ സംരക്ഷിക്കുന്നവരാണ് എന്ന് വിശ്വസിച്ചവരായ വിശ്വാസികളെ കുറിച്ചു പറഞ്ഞു പരിചയപ്പെടുത്തുന്നിടത്ത് അള്ളാഹ് പറയാണ്, ഇല്ല അലാ അസ്വാജിഹിം, എന്നാൽ അവരുടെ ഇണകളോട് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ആണാവട്ടെ പെണ്ണാവട്ടെ അവന്റെ ലൈംഗികമായ താല്പര്യങ്ങളെ പുണ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു മതമാണ് ഇസ്ലാം. ഔമാ മലക്കത്ത് ഐമാനുഹും, പ്രവാചകന്റെ കാലത്ത് അടിമ സമ്പ്രദായം ഉണ്ടല്ലോ, അവരോടും അങ്ങനെ തന്നെ. എന്നാൽ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവർ ആക്ഷേപിക്കപ്പെടുന്നവരല്ല. യാ അയ്യുഹല്ലദീന ആമനു, ഏറെ ശ്രദ്ധേയമാണ് അല്ലേ? നമ്മൾ വെള്ളിയാഴ്ചയിൽ നമ്മളെ നമസ്കാരത്തിനു വേണ്ടി വിളിക്കപ്പെട്ടാൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. ഒന്നാമത് പറയണം എന്താ? വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ച പിന്നെയും കച്ചവടത്തിൽ ദുനിയാവിൻ്റെ ആവശ്യങ്ങൾ നിൽക്കാൻ പാടില്ല. ഉടനെ അതൊക്കെ മാറ്റി വെച്ചിട്ട് അള്ളാഹിൻ്റെ പള്ളിയിലേക്ക് വരണമെന്ന്. അവസാനത്തെ അത്തഹിയാത്തിൽ ഇമാമു സലാം വീട്ടിൽ നിന്ന് തൊട്ട് മുമ്പ് ഓടി വന്നിട്ട് അങ്ങനെ ഞാനും ജുമയിൽ പങ്കെടുത്തു എന്ന് പറയാനല്ല, നേരത്തെ തന്നെ അന്ന് വന്നിരിക്കണമെന്ന് ചുരുക്കം. പക്ഷേ ചില ആൾക്കാരുണ്ട്, എന്നാൽ പിന്നെ പള്ളിയിൽ അങ്ങ് കൂടിയേക്കാമെന്ന് വിചാരിക്കണേ, അതിനും ഇസ്ലാം അനുവദിക്കണില്ല. നോക്കൂ നിങ്ങൾ, ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നോക്കൂ നിങ്ങൾ, നിസ്കാരം കഴിഞ്ഞാൽ പിന്നെയും പള്ളിയിൽ തന്നെയല്ല ഇരിക്കേണ്ടത്. പള്ളിയിൽ നിന്ന് നിങ്ങൾ അള്ളാഹു നിങ്ങൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഉപജീവനത്തിൻ്റെ ഭൂമിയിലേക്ക് നിങ്ങൾ പരന്നോളൂ എന്ന് പറയുന്ന ഒരു കൽപ്പനയുടെ ആ ഒരു രൂപം കൂടിയ ഖുർആൻ പറയണത്. അതാണ് ഇസ്ലാമിൻ്റെ മധ്യമ നിലപാടെന്ന് പറഞ്ഞാൽ. ദീന് വേണ്ടിടത്ത് ദീന് വേണം, ദുനിയാവ് വേണ്ടിടത്ത് ദുനിയാവ് വേണം. ദീനിനെയും ദുനിയാവിനെയും സന്തുലിതമായി കൊണ്ടുപോകുന്ന ഇസ്ലാമിൻ്റെ നിലപാട്, അതാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശമെന്ന് കൂടെ
ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഖുത്ബ പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വന്നു. അയാൾ ഈ നട്ടാച്ച് വെയിൽ എന്നൊക്കെ പറയില്ലേ, നട്ടുച്ച വെയിലത്ത് ആ മനുഷ്യൻ വെയിലത്ത് പോയി നിൽക്കുകയാണ്. അയാളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഫസഅലഹു, അതിനെ കുറിച്ചിട്ട് ആൾക്കാർ പ്രവാചകൻ ആളുകളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, അവർ അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അതാ അബു ഇസ്രായേൽ എന്നറിയപ്പെടുന്ന മനുഷ്യൻ നദറ അൻ യഖൂമ വലാ യഖൂദ്, ഇങ്ങനെ വലിയ ഈ ഒരു വെയിലത്ത് ഇങ്ങനെ പോയി നിൽക്കും, ഇരിക്കൂല എന്ന് ആ മനുഷ്യൻ നേർച്ചയാക്കിയിട്ടുണ്ടെന്നാണ് അള്ളാഹിനോട്. വല യസ്തദിൽ, തണലത്തേക്കൊന്നും മാറി നിൽക്കൂല. വയസ്സും വല യതകല്ലം, മൂപ്പര് നോമ്പെടുത്തതാണ്, മൂപ്പര് സംസാരിക്കൂല. അപ്പോഴാണ് റസൂലുള്ളാഹി മറുപടി, മുറൂഹു ഫലിയഖുദ്, ആ മനുഷ്യനോട് പോയിട്ട് ഇരിക്കാൻ പറ. വലിയസ്തദിൽ, തണലത്തേക്ക് മാറി നിൽക്കാൻ പറ. വലിയതകല്ലം, സംസാരിക്കാൻ പറ. വലിയസും, നോമ്പ് നോറ്റോളാൻ പറഞ്ഞു. പ്രകൃതിയുടെ താല്പര്യങ്ങളെ പൂർത്തീകരിക്കുന്ന പ്രവാചകന്റെ അധ്യാപനമാണ്. നോക്കൂ നിങ്ങൾ, തൊട്ടു പിന്നാലെ സമ്പത്ത്, ഭൗതിക വിഭവങ്ങളോട് നമുക്ക് എങ്ങനെ സമീപനം ഉണ്ടാവണ്ടേ? നമ്മൾ ആലോചിച്ച് നോക്കുക. സമ്പത്ത് മനുഷ്യന്റെ സാമൂഹികമായ നിലനിൽപ്പിന് ആധാരമെന്ന് പഠിപ്പിക്കുന്ന ഒരു മത ഇസ്ലാം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അവിടെ സുഫഹ എന്ന് പറഞ്ഞപ്പോൾ സാധാരണ നമ്മൾ വിഡ്ഢികൾ എന്ന് പറയാറുണ്ട്. സത്യത്തിൽ വിഡ്ഢികളെന്നൊന്നല്ല അതിനർത്ഥം പറയേണ്ടത്. സത്യത്തിൽ സമ്പത്ത് ക്രയവിക്രയം ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, അയാൾ അണേബിൾ ടു ട്രാൻസാക്ട് ദ മണി എന്നാണ്. അയാൾ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. നല്ല വിവരം ഉണ്ടാവും, നല്ല അറിവുണ്ടാവും, നല്ല എഡ്യൂക്കേഷൻ ഉണ്ടാവും, നല്ല ഒരുപാട് പക്ഷേ അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ടാക്കി സമ്പത്തും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ആ സമ്പത്ത് കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടാവില്ല. അങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരെ നിങ്ങൾ സമ്പത്ത് ഏൽപ്പിക്കാൻ പാടില്ല. കാരണം സമ്പത്ത് അങ്ങനെ ദുർവിനിയോഗം ചെയ്ത് നശിപ്പിക്കപ്പെടേണ്ടതല്ല. അത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണ്. സമ്പത്ത് മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമാണെന്ന് പറയുന്ന മറ്റൊരു മതം കാണിച്ചു തരാൻ പറ്റുമോ? നമുക്ക് കഴിയില്ല. അതാണ് ഇസ്ലാമിന്റെ വസ്തിയത്ത് എന്ന് പറഞ്ഞാൽ. നോക്കൂ നിങ്ങൾ, സാദിബ് നബി ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകനോട് അദ്ദേഹം ചോദിക്കുന്ന, അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തോട് അടുത്ത സമയത്ത് അദ്ദേഹം, ഞാൻ എൻ്റെ സമ്പത്ത്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, ആകെ ഒരു മോളേ ഉള്ളൂ, എൻ്റെ സമ്പത്തിൻ്റെ 2/3 ദാനം ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആ റസൂലുള്ളാഹി പറഞ്ഞു, വേണ്ട, എന്നാ പിന്നെ ഞാൻ പകുതി, അതും വേണ്ട, 1/3, ഓക്കെ, അത് തന്നെ ധാരാളമാണ്. എന്നിട്ട് ഇന്നക അൻതദറ വറസതക അഗ്നിയ, നിന്റെ പിന്നാലെ വരുന്ന അനന്തരാവകാശികൾ അവർ ഇത്തിരി ഗതിയൊക്കെ ഉള്ളവരായിട്ട് വിട്ടേച്ചു പോകണത് തന്നെ നല്ലത്. ഏതുപോലെ ഖൈറും മിൻ അൻ തദറഹും അലതൻ യതകഫഫൂന നാസ്, നിനക്കൊരുപാട് സമ്പത്തുണ്ട്, ഉള്ള സമ്പത്തെല്ലാം നീ ദാനം ചെയ്തു, അവസാനം നിന്റെ മക്കള് അനന്തരാവകാശികളൊക്കെ പോയിട്ട് ആളുകളോട് ഇങ്ങനെ ഭിക്ഷയാചിക്കുന്നതിനേക്കാളും അങ്ങനെ വിടുന്നതിനേക്കാളും നിനക്ക് നല്ലത് ഇവരെ മാന്യമായി നീ വിടുകയാണ് എന്ന്. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, അനുഭവിക്കുന്നതിന് ഇസ്ലാം പാടെ നിരോധിക്കുന്നില്ല. അത് നോക്കൂ നിങ്ങൾ, ദുനിയാവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, അത് അതിലൂടെയാണ് നമ്മൾ പരലോകത്തിലേക്ക് എത്തേണ്ടത്. ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഒരാളോട് വിവാഹം കഴിക്കാൻ പറഞ്ഞു, അയാൾ വിവാഹം കഴിക്കില്ല. കാരണം എന്താ? എൻ്റെ ദുനിയാവ് നഷ്ടപ്പെട്ടു എന്നാണ്. അല്ല, വിവാഹം കഴിച്ചും വിവാഹത്തോട് അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരലോകത്തേക്ക് നേടേണ്ടതുണ്ട്. അങ്ങനെ നേടാൻ കഴിയുന്ന ഒരു വലാ തൻസ നസീബക മിന ദുനിയ. ഇതോടൊപ്പം ദുനിയാവിൻ്റെ ഒരു കാര്യം മറന്നു പോകാൻ പാടില്ല. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിനോട് ഗൗരവതരമായിട്ട് വിശ്വാസികളെ സൂചിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. സൂറത്തുൽ അഅറാഫിലെ 32-ാമത്തെ വചനം, ഖുൽ, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക, മൻ ഹറമ സീനത്തല്ലാഹി ലതി അഖ്റജ ലിഇബാദിഹി വത്വയ്യിബാതി മിനർ റിസ്ഖ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ മനുഷ്യർക്കായി ഒരുക്കിയിരിക്കുന്ന അലങ്കാരങ്ങളെ നിഷിദ്ധമാക്കുന്നവൻ ആരുണ്ട് നിങ്ങൾക്കിടയിൽ? അല്ലതി അഖ്റജ ലിഇബാദിഹി, തൻ്റെ അടിമക്ക് അല്ലാഹു പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന, സൗകര്യപ്പെടുത്തിയിരിക്കുന്ന ഈ അലങ്കാരങ്ങളുണ്ടല്ലോ, വത്വയ്യിബാതി മിനർ റിസ്ഖ്, ഉപജീവനം അനുഭവിക്കണം, പക്ഷേ ശുദ്ധമായത് അനുഭവിക്കാൻ പാടുള്ളൂ. അതാ ത്വയ്യിബാത്താണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഖുൽ, പ്രവാചകരെ പറയുക, ഹിയ ലില്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിൽ ഇതൊക്കെ അനുഭവിക്കൽ വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് പ്രശ്നം എന്നറിയോ? ഈ 2 വിഭാഗം ആൾക്കാരില്ലേ, വിശ്വാസികളും കാഫിറും ഉണ്ടല്ലോ. വിശ്വാസികളായ ആളുകൾക്ക് ദുനിയാവിലും അനുവദിക്കപ്പെട്ടതാണ് ഖാലിസതൻ യൗമൽ ഖിയാമ, എന്നാൽ പരലോകത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അന്ത്യനാളിൽ അള്ളാഹിൻ്റെ ആ ഒരു ഹിയറിംഗ് ആഫ്റ്റർ വേൾഡിലോ
അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അങ്ങനെയാണ് അള്ളാഹു വിശദീകരിക്കുന്നത്. സമ്പത്ത് നേടുക എന്ന് മാത്രമാവരുത്. എൻ്റെ സമ്മേളനത്തിൽ വരാൻ പറ്റിയില്ല, എൻ്റെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, എൻ്റെ നമസ്കാരത്തിന് ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റിയില്ല, എൻ്റെ ഈ ഖുർആൻ ക്ലാസ്സിന് വരാൻ പറ്റിയില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താ മൗലവി ചെയ്യുക? ആകെ തിരക്കായി പോയി, ബിസിനസ്സിന് തിരക്ക് പെട്ടുപോയി എന്ന് പറഞ്ഞിട്ട് സമ്പത്ത് നേടുകയാണ്, ജോലിക്ക് പോവുകയാണ്, സമ്പാദ്യമാണ് എൻ്റെ ലക്ഷ്യമെന്ന് വിചാരിക്കുന്ന ആൾക്കാരല്ലേ? എന്നാൽ അതും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ ദുനിയാവാണ് എൻ്റെ എല്ലാമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടല്ലോ, ദുനിയാവിന് വേണ്ടി സകലതും അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾ. എന്നാൽ കുടുംബത്തിനു വേണ്ടി, മക്കൾക്കു വേണ്ടി, സമ്പാദ്യങ്ങൾക്ക് വേണ്ടി, സ്വാധീനങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയത്തിനു വേണ്ടി, ഈ ഭൗതിക ലോകത്ത് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാം അങ്ങനെ ദുനിയാവിന് മേലെ കടിച്ചു തൂങ്ങുന്ന ആളുകൾക്ക് പിന്നാലെ വരുന്ന നരകമാണെന്നും നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നോക്കൂ നിങ്ങൾ, ഇവിടെയാണ് മിതത്വത്തിൻ്റെ മോഡറേഷൻ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രാർത്ഥനയുടെ രൂപത്തിൽ പോലും നമുക്കത് കാണാൻ കഴിയും. വലാ തജ്ഹർ ബിസ്വലാത്തിക വലാ തുഖാഫിത് ബിഹാ. ഒരുപാട് ഉച്ചത്തില് ഇതിനടുത്ത പ്രദേശത്തെ നമ്മൾ കേൾക്കാറുള്ളത് ചില റമദാനുകളിലെ അവസാനത്തെ 27-നൊക്കെ അള്ളാന്റെ ദൂതനെങ്ങനെ വിളിച്ചിട്ട് തങ്ങളെ തങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ അതിഭയങ്കരമായ ആവേശത്തിന് നമ്മളത് കേൾക്കാറുണ്ടല്ലേ? അതൊന്നും ഇസ്ലാമിൻ്റെ ആചാരമൊന്നുമില്ല, അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബഹളം കോലാഹലമൊന്നുമല്ല ഇസ്ലാമിൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ. സബീല, അത് രണ്ടിനുമിടയിൽ അങ്ങേയറ്റത്തെ ബഹളവുമില്ല, എന്നാൽ മാന്യമായിട്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ നിസ്കരിച്ചപ്പോൾ ഒരു മാന്യതയുടെ, ഒരു ഒതുക്കത്തിൻ്റെ, ഒരു മധ്യമത്തിൻ്റെ നിലപാടിലാണ് നമ്മൾ നിസ്കരിച്ചത് അല്ലേ? എന്നിട്ടോ ഒരുപാട് അമുസ്ലിങ്ങളായ ആളുകൾ നമ്മുടെ ആ നമസ്കാരത്തിൻ്റെ ഒതുക്കവും ഒരേ ഖിബിലക്ക് നേരെ തിരിഞ്ഞ് ഒരേ ഇമാമിൻ്റെ പിന്നിൽ ഒരേ ലക്ഷ്യത്തിനു വേണ്ടി ഒന്നിച്ച് ഒരാരാധ്യനു വേണ്ടി ആരാധിക്കുന്നതിന് രൂപം കണ്ടിട്ട് കണ്ണ് നിറയുന്ന അമുസ്ലിങ്ങളായ ആളുകളെ നമ്മൾ ചുറ്റും കണ്ടിട്ടുണ്ട് കുറേ ദിവസങ്ങളായിട്ട് അല്ലേ? അതാണ് ഇസ്ലാമിൻ്റെ മിതത്വം എന്ന് പറഞ്ഞാൽ. വമാകാന സ്വലാത്തുഹും ഇൻദൽ ബൈത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അന്നാട്ടിലെ മക്കയിലെ ആ മുശ്രിക്കുകളായ ആളുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഓരോ ഒച്ചപ്പാടും ബഹളവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വിമർശിക്കുന്നുണ്ട് ഖുർആൻ സൂറത്തുൽ അൻഫാലിൽ. ആ ബൈത്തിൽ, ആ അല്ലാഹുവിന്റെ ഭവനത്തിൽ വെച്ചിട്ട് അവരെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇല്ല മുക്കാൻ വതുസ്തിയ, ഒരു ബഹളവും ഒച്ചപ്പാടും ഒക്കെ മാത്രമായിരുന്നു. നോക്കൂ നിങ്ങൾ, മഹാനായ ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം തൻ്റെ മകനൊരു പേജ് മുഴുവനും നമുക്ക് കാണാം. അതിൽ അവസാനം പറയുന്നൊരു ഭാഗം ഞാൻ ഉദാഹരണമായിട്ട് എടുത്തു കൊടുത്താൽ കുറേയേറെ പറയാനുണ്ട്. വഖസ്ദ് ഫീ മശീക, എൻ്റെ നടത്തൊക്കെ നീ മിതത്തിലാക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ എന്താ? പൊങ്ങച്ചം കാണിക്കരുതാണ്. നടക്കുമ്പോൾ വേഗത കൂട്ടാനോ നടക്കുമ്പോൾ വേഗത കുറയ്ക്കാനോ മാത്രമല്ല ഇതിനർത്ഥം. അത് വലിയ ആശയമുള്ളൊരു പ്രയോഗമാണ്. നമ്മൾ പറയാറില്ലേ, ഓന് വലിയ പത്രാസിലാന്ന് നടക്കണമെന്ന് പറയല്ലേ? അത് രണ്ടിനുമിടയിൽ അമിതമായ അലങ്കാരങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ദുനിയാവാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ നമ്മൾ നടക്കാൻ പാടില്ല. എന്നാലോ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം പ്രദർശിപ്പിക്കേണ്ടടുത്ത് നമ്മൾ കാണിക്കുകയും വേണം. എന്നിട്ട് വഗ്ളുമിൻ സൗതിക, നിന്റെ ശബ്ദം ഒതുക്കേണ്ടടുത്ത് ഒതുക്കിയും ഉറക്കെയാവേണ്ടടുത്ത് ഉറക്കെയായും പറയാൻ കഴിയുന്നൊരു രൂപം. ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. എപ്പോഴും ഇങ്ങനെ അട്ടഹാസവും ബഹളവുമായി നടക്കുന്ന, അല്ലെങ്കിൽ ഒരുതരം ആളുകൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന ശബ്ദമാകുന്ന കഴുതകളെ പോലെ നമ്മൾ ആവാൻ പാടില്ല. മുസ്ലിങ്ങളുമായി ഇടപഴകുമ്പോൾ നമ്മൾ എങ്ങനെയാ ഒരു ഫ്ലെക്സിബിലിറ്റി വേണം അല്ലേ? നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പുതിയ കാലത്ത് മുസ്ലിങ്ങളോട് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല, അവരെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അവരർത്ത് തിന്നാൻ പാടില്ല, അല്ലെങ്കിൽ സമാനമായ ഒരുപാട് വാദങ്ങൾ പുതിയതായിട്ട് നമുക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട് അല്ലേ? അങ്ങനെ കടന്നു വന്ന വാദങ്ങളിൽ അപകടത്തിൻ്റെ പലതുമുണ്ട്. ഒരുപക്ഷെ നമ്മളോട് ചേർന്ന് നിൽക്കാൻ സാധ്യതയുള്ള, ഇന്നലെ വരെ നമ്മോട് ചേർന്ന് നിന്ന് നമ്മുടെ തോളിൽ കൈവച്ച് അവരുടെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്കും നമ്മുടേത് അടുത്ത വീട്ടിലേക്കും കൊടുത്തുകൊണ്ട് സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന അയൽവാസികൾക്കിടയിൽ മതിൽക്കെട്ടുകൾ തീർക്കാൻ പാകമായ ഒരു നിലപാടിലേക്ക് നമ്മൾ പലരെയും കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഒരുപാട് രംഗത്ത് ഖുർആൻ പറഞ്ഞെടുത്ത് വൈദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ, നീ അവർക്കിടയിൽ വിധി പറയുകയാണെങ്കിൽ പോലും, ഒരുപാട് രംഗത്ത് നമുക്ക് മധ്യസ്ഥം പറയാനുണ്ടാവില്ലേ? അത്തരം സന്ദർഭങ്ങളിലൊക്കെയും നീതിയുടേതായിരിക്കണം. എൻ്റെ കൂടെ ഇപ്പുറത്തുള്ള ആളൊരു പക്ഷേ മുസ്ലിമായിരിക്കും, അപ്പുറത്ത് ആ മുസ്ലിമായിരിക്കും. ഇത് രണ്ടിനുമിടയിൽ നിന്റെ പാർഷ്വാലിറ്റി ഒരിക്കലും ആ മുസ്ലിമിലേക്ക് പോകാൻ പാടില്ല. രണ്ടിനുമിടയിൽ നീതിയുടെ നിലപാട്, നീതിയുടെ പക്ഷത്ത് നീ നിൽക്കണം എന്ന് ഖുർആൻ അതിശക്തമായി. എന്നാൽ വദ്ദു തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അവർക്ക് ചിലപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും നിലപാടുണ്ടാവും, അതിന് നീ നിൽക്കാനും പാടില്ല. നിന്റെ ആദർശം വിട്ട് അവരുമായിട്ട് ചേരാനും നിനക്ക് അനുവാദമില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ സ്വന്തം മാതാപിതാക്കൾ
ബിമാ ലൈസ ലക ബിഹി ഇൽമുൻ, ശിർക്ക് എന്ന് പറയുന്ന നിനക്കറിയാത്ത കാര്യത്തിന്റെ പിന്നാലെ പോകാൻ, അവർ ഒരിക്കലും സത്യമല്ലാത്തതിന്റെ പിന്നാലെ പോകാൻ സ്വന്തം മാതാപിതാക്കൾ നിർബന്ധിച്ചാലും അതിന് പിന്നാലെ പോകാൻ പാടില്ല. ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, അവരനുസരിക്കേണ്ടതില്ല. മാത്രമല്ല അപ്പോഴും ഇസ്ലാമിൻ്റെ ഒരു മധ്യമ നിലപാട് നോക്കൂ നിങ്ങൾ. ആ മാതാപിതാക്കൾ എന്ന് പറയുന്ന സ്ഥാനത്തെ പരിഗണിച്ചുകൊണ്ട് അവരോട് ആ വിഷയത്തിൽ അവരോട് പൂർണ്ണമായും നിലപാടുകൾ എതിരെയാണ്. പക്ഷേ ആ മാതാപിതാക്കൾ എന്ന സ്ഥാനം പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ടാ നമ്മൾ അവരോട് സ്നേഹത്തോടെ അങ്ങേയറ്റത്തെ മാന്യതയോടുകൂടെ പെരുമാറുന്നത്. അസ്മാ റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മകളാണ്. അവരിങ്ങനെ നിൽക്കുമ്പോൾ റസൂലുള്ളാഹി അവർ പറയുന്നുണ്ട്, എൻ്റെ ഉമ്മ എൻ്റെ അടുക്കലേക്ക് വരുവാണ്. അപ്പോൾ അവരാണെങ്കിലോ എൻ്റെ ഉമ്മ മുശ്രിക്കത്താണ്. അപ്പം ഞാൻ അവരോട് എങ്ങനെയാണ് ഇടപെടേണ്ടത് ഞാൻ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മയാണെങ്കിൽ ഞാൻ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിൽ നിലപാട് പറയണത്, നഅം സ്വലി ഉമ്മക്ക്, നിൻ്റെ ഉമ്മയോട് നിനക്ക് രക്തബന്ധം ചേർക്കാമെന്ന്. നിന്റെ ഉമ്മയോട് അവർ മുശ്രിക്കത്താണെങ്കിലും ആ രക്തബന്ധത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ കടമകളും കടപ്പാടുകളും ബാധ്യതകളും ഉണ്ടോ, അതെല്ലാം നീ നിർവഹിക്കണമെന്ന് പറയുന്ന ആ ഒരു വല്ലാത്ത നിലപാട്. ഇനി സ്ത്രീകളോട് പൊതുവെ നമ്മളിപ്പോൾ കുറച്ച് സൈഡ് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്ന നമ്മുടെ ഈ യൗവനത്തിൻ്റെ ചില പ്രത്യേകമായ പുതിയ ചിന്തകളുണ്ടല്ലോ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളൊക്കെ വിചാരിക്കാൻ എന്നെ വല്ലാതെ അങ്ങ് ഒതുക്കിക്കളയുന്ന, എന്നെ വല്ലാതെ അങ്ങ് കെട്ടിപ്പൂട്ടി വെക്കുന്ന ഈ ഇസ്ലാം ഉണ്ടല്ലോ, അതൊന്നും വേണ്ടതില്ല എന്ന് ചിന്തിക്കുന്ന പുതിയ മുസ്ലിം പെൺകുട്ടികളോട് കൂടെയാണ് ഇത് പറയുന്നത്. അവകാശങ്ങളും ബാധ്യതകളുമുള്ള പൂർണ്ണമായൊരു സ്വതന്ത്രമായ അസ്തിത്വം പെണ്ണിനുണ്ടെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മതമാണ് ഇസ്ലാം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അനന്തരാവകാശം പെണ്ണിനുണ്ടെന്ന് ചിന്തിക്കാൻ കഴിയാത്ത ജാഹിലിയത്തിന്റെ ആ ഒരു കാലത്തേക്കാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരധ്യായം ആരംഭിക്കുന്നത്. അവരുടെ അവകാശങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അവർക്കായി മാത്രമുള്ള ഉയർന്ന അവകാശങ്ങളെ കുറിച്ച് പറയാൻ ആ അധ്യായം, അനന്തരാവകാശത്തിന്റെ ആ വിശദമായ കാര്യങ്ങൾ പറയാൻ അല്ലാഹ് പേരെടുത്തു പറഞ്ഞ അധ്യായത്തിന്റെ നാമം തന്നെ നിസാ ആണ് എന്നത് ഏറെ അടിവരയിട്ട് വായിക്കേണ്ടതാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഒരൊറ്റ ആത്മാവിൽ നിന്നാണ് നിങ്ങളെ പടച്ചത് എന്ന് ലോകത്തോട് ഇങ്ങനെ ഒരു പെണ്ണിനെ പരിചയപ്പെടുത്തിയ കമനാംനാ കിരാദേന വികീർണാ മുക്തചേതസ്സ നാര്യോ നര വിഹംഗന മംഗബന്ധന വാഗുര എന്ന് യജ്ഞവാക്യോപദേശത്തിൽ പെണ്ണിനെ അത് ദേവന്മാർക്കൊക്കെ ആസ്വദിക്കാനുള്ള ഒരു അലങ്കാരമാണെന്ന് പെണ്ണിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ വേദങ്ങളും ഉപനിഷത്തുക്കളും ഒക്കെ ഉള്ള ലോകത്ത് സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു വ്യക്തിത്വമാണ് പെണ്ണെന്ന് പരിചയപ്പെടുത്തുന്ന ഇസ്ലാം. വഖലക മിൻഹാ സൗജഹ, എന്നിട്ട് അതിൽ നിന്ന് ഇണകളെ പടച്ചോൻ പഠിച്ചു. എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും അതിൽ നിന്നുണ്ടായ ഞാനും എൻ്റെ പ്രിയപ്പെട്ട ആ എല്ലാം ഒരു ഉണ്മയിൽ നിന്നാണെന്ന്. അങ്ങനെ ആ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ ധാരാളമായിട്ട് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പടച്ചോൻ സൃഷ്ടിപ്പിന്റെ തുല്യതയും ഏറെ ശ്രദ്ധേയമാണ്. ഇങ്ങനെ വ്യത്യസ്തമായ വ്യക്തിത്വമുണ്ട് സ്ത്രീക്കെന്ന് ഒരേ സമയം പറയുന്നതോടൊപ്പം എല്ലാത്തിലും അവൾക്ക് അർഹതപ്പെട്ട എല്ലാ പരിഗണനയും അവകാശങ്ങളും ഇസ്ലാം കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു പ്രത്യേകത കൂടെ എടുത്തു പറഞ്ഞു. പുരുഷന് മാത്രമുള്ള ഒരു ഖവ്വാം എന്ന് പറഞ്ഞൊരു പ്രത്യേകത പുരുഷനുണ്ട്. അവിടെ സ്ത്രീ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നടത്താനുള്ള ഉത്തരവാദിത്തം കൂടെ പുരുഷന്മാരെ അതോടൊപ്പം ഒരു ബാധ്യത കൂടെ വെച്ചു കൊടുത്തു. വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ഇണകളെ പോറ്റി പരിപാലിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. അതൊരിക്കലും നിങ്ങളുടെ പെണ്ണിന് ലക്ഷങ്ങളും കോടികളും വരുമാനമുണ്ടെങ്കിലും ആയിരങ്ങൾ മാത്രം വരുമാനമുള്ള ഒരുപക്ഷെ നിങ്ങൾക്കാണ് അതിൻ്റെ ബാധ്യതയെന്ന് പറയുന്ന വല്ലാത്തൊരു ഇസ്ലാമിൻ്റെ പ്രത്യേകത. നോക്കൂ നിങ്ങൾ. മാത്രമല്ല വേറെ പ്രത്യേകത കൂടെയുണ്ട്. ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന ഏറെ ശ്രദ്ധേയമായ പ്രത്യേകതകൾ. ജനിക്കാനും വളരാനും സ്ത്രീക്ക് ഇസ്ലാം അവകാശം നൽകിയിട്ടുണ്ട്. തുല്യ പരിഗണന ലഭിക്കാൻ അവകാശമുണ്ട്. വിദ്യ നേടാൻ, വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇസ്ലാം പെണ്ണിന് അവകാശം നൽകുന്നു. ആദരിക്കപ്പെടാൻ അർഹത നൽകുന്നു. സ്ത്രീത്വം പരിഗണിക്കപ്പെടുന്നു. ആരാധനകൾക്ക് അവൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇങ്ങേ തലക്കൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ തൊട്ടപ്പുറത്തൊരു മറക്കപ്പുറത്ത് അവരുടെ എല്ലാ പ്രൈവസിയെയും മാനിച്ചുകൊണ്ട് അവർക്കും നമസ്കരിക്കാൻ അവസരം നൽകുന്ന ഇസ്ലാമിൻ്റെ മതമുണ്ടല്ലോ. സമ്പാദിക്കാനും ചെലവഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മെ
നമ്മെപ്പോലെ തന്നെ അവർക്കും അവരുടെ എല്ലാ പ്രൈവസിയെയും പരിപാലിച്ചുകൊണ്ട് തന്നെ അവർക്കും സമ്പാദിക്കാൻ അനുവാദം ഇസ്ലാം നൽകിയിട്ടുണ്ട്, ചെലവഴിക്കാനും അനുവാദമുണ്ട്. അനന്തരാവകാശം നൽകിയ മതമാണ്. നെക്സ്റ്റ്, ലിബറലിസത്തിൻ്റെ അപകടം കൂടെ നമ്മളൊന്ന് ചേർത്ത് വായിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പലപ്പോഴും എന്താണെന്നറിയോ, ലിബറലിസം എന്ന് പറയുമ്പോഴേക്കും അതാണ് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന് അനുയോജ്യം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു പക്ഷേ ലിബറലിസം എന്നൊക്കെ പറയുമ്പോൾ ഈ ഇരിക്കുന്ന പല ഉപ്പമാരുടെയും പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ടാവും. ക്യാമ്പസിൽ പഠിക്കുമ്പോൾ അവർ വിചാരിക്കണം എന്താണെന്നറിയോ, ലിബറലിസം അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ്, ആ ഒരു എല്ലാത്തിലും ഒരു ഫ്രീഡം, നമ്മളൊരു നിയന്ത്രിക്കാനും. ഈ കുഞ്ഞുകുട്ടി മുതൽ നമ്മുടെ കൈ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവരുന്ന പ്രായം ഉണ്ടല്ലോ, ആ പ്രായം മുതൽ മക്കൾ എന്തിനാ നോക്കുക, കുതറി മാറാനല്ലേ. ആ മനുഷ്യന്റെ പ്രകൃതമാണ്. പിടിച്ചു വെക്കുന്നതിൽ നിന്ന് കുതറി മാറാൻ തോന്നുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഒരു ചോദനയുണ്ടല്ലോ, അത് മനുഷ്യ പ്രകൃതമാണ്. പക്ഷേ അങ്ങനെ നമ്മൾ വിട്ടാലോ. കഴിഞ്ഞ ദിവസം ഈ ഒരു MVI ഞാൻ തോന്നുന്നുണ്ട് ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് എനിക്ക് പൂർണ്ണമായും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരു മാതാപിതാക്കൾ ഇങ്ങനെ 2 സ്ത്രീകൾ ഇങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങുവാണ്. ആ സമയത്ത് ഒരു കുട്ടിയുണ്ട് അവരുടെ കൂടെ. പക്ഷെ ഇവരിങ്ങനെ എന്തോന്ന് തിരിയുമ്പോഴേക്കും ആ കുട്ടി പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തു. ഓപ്പോസിറ്റ് വന്ന കാർ ഇടിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ആ കുട്ടിയുടെ മരണപ്പെട്ടിട്ടുണ്ടാവുന്നതാണ്, അത് കാക്കട്ടെ. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ആ ഉമ്മയോ അല്ലെങ്കിൽ ആ കൂടെയുള്ളവർ ആ കുട്ടിയെ ഒന്ന് മുറുകെ പിടിച്ചിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോയ ഒരു നാൾ, ആ ഒരു സമയം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഈ ലിബറലിസം എന്ന് പറഞ്ഞാൽ. ഒക്കെ നിങ്ങൾ യൂറോപ്പിലെ നവോത്ഥാനത്തിൽ, അതായത് ക്രൈസ്തവതയുടെ ഒരുപാട് ആവശ്യമില്ലാത്ത അനാവശ്യമായ എക്സ്ട്രീമിസം വന്നപ്പോൾ അവിടെ ഉണ്ടായ ഒരു പ്രത്യേകമായ ഒരു നിലപാടാണത്. പ്രത്യേകിച്ചും മുതലാളി തൊഴിലാളി വർഗീകരണങ്ങളുണ്ടായ വളരെ ദുര്യോഗമായ ഒരു അവസ്ഥ. ആ സമയത്ത് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ റെവല്യൂഷണറി. നിങ്ങളാണില്ല ഒരുപാട് ഭാഗങ്ങൾ. നെക്സ്റ്റ് ഞാൻ വിശദീകരിക്കുന്നില്ല. ലിബർട്ടി, ഈക്വലിറ്റി, ഫ്രട്ടേണിറ്റി, ഇത് പറഞ്ഞാൽ നമ്മുടെ യുവാക്കൾക്ക് ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ലോകം അവരവർ ഉപയോഗിച്ചിരുന്നൊരു വല്ലാത്തൊരു സംഭവമായിരുന്നത് അല്ലേ. അവിടെ ഈ പറഞ്ഞതിന് ലെഗസി ഓഫ് ദ ഏജ് ഓഫ് എൻലൈറ്റ്മെന്റ്, ദ മോട്ടോ ആ ഫ്രഞ്ച് ഭാഷയിലാണ് എഴുതിയത്. ഫസ്റ്റ് അപ്പിയർ ഡ്യൂറിങ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ എന്നാണ്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് അവരുപയോഗിച്ച ഈ ഒരു സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ആ ഒരു പ്രത്യേകമായൊരു വാക്കുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുമ്പോൾ സമത്വം ഭയങ്കര രസമാണല്ലോ അല്ലേ, സാഹോദര്യം ഭയങ്കര രസമാണല്ലോ അല്ലേ, തുല്യത, സാഹോദര്യവും സമത്വവും സ്വാതന്ത്ര്യവും, അതിനേക്കാൾ വലുത് എന്താ ഉള്ളത്? ഇവർക്കൊക്കെ വലിയ കണ്ണിലെ കരടെന്നറിയോ, ഇസ്ലാമാണ്. കാരണം ഇസ്ലാം ഒരേ സമയം സമത്വം നൽകുന്നുണ്ട്, ഒരേ സമയം സാഹോദര്യം അനുവദിക്കുന്നുണ്ട്, ഒരേ സമയം സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. നെക്സ്റ്റ്, എന്നാൽ അതേ ഇസ്ലാം തന്നെ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ വസ്തിയത്ത്, ഇസ്ലാമും കമ്മ്യൂണിസവും ലിബറലിസവും. കമ്മ്യൂണിസം നോക്കൂ നിങ്ങൾ, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപക്ഷെ കുറച്ചൊക്കെ കമ്മ്യൂണിസവുമായി ബന്ധപ്പെട്ട് പരിചയമൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അതിന് പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സമൂഹ താല്പര്യം, അത് സൊസൈറ്റിയുടെ നീഡ്സിന് വേണ്ടിയിട്ട് വ്യക്തികളുടെ മുഴുവൻ താല്പര്യങ്ങളെയും കടിഞ്ഞാനിടുക. അതാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം. അവരുടെ ഒരു വലിയ മുന്നോട്ട് വന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ തൊഴിലാളി മുതലാളി ആ ഒരു പ്രശ്നമാണ് അവരുടെ മെയിൻ വിഷയം ഉണ്ടായിരുന്നത്. ലിബറലിസം എന്ന് പറഞ്ഞാലോ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ അതിരു കവിച്ചിൽ വാദം. ഇപ്പം രണ്ടും എന്താണ്? എക്സ്ട്രീമിസമാണ്. ഇത് രണ്ടിനുമിടയിലാണ് ഇസ്ലാം ഉള്ളത്. എന്താ ഇസ്ലാം? വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് പരസ്പരം കടന്നു കയറാത്ത ഒരു സന്തുലിത നിലപാട്. കമ്മ്യൂണിസത്തിൻ്റെ നിലപാടുമില്ല, ലിബറലിസത്തിൻ്റെ നിലപാടുമില്ല. ഇത് രണ്ടിനുമിടയിലുള്ള അതിസുന്ദരമായൊരു നിലപാടാണ് ഇസ്ലാമിൻ്റെ നിലപാട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലിബറലിസത്തിന് ഒരുപാട് ആശയ പ്രശ്നങ്ങളുണ്ട്, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല, ജസ്റ്റ് പറഞ്ഞു പോകാം. ഹെഡോണിസം, അതായത് സന്തോഷ സുഖ സിദ്ധാന്തം എന്നതിന് പറയാം. എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിക്കുന്നില്ല, ടു എൻജോയ് യുവർ സെൽഫ് എന്നാണ്. അതായത് നമുക്ക് സന്തോഷിക്കണം. ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഈ മൈത്രേൻ്റെ ഒക്കെ അഭിമുഖങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾക്ക്. എന്ന് പറഞ്ഞാൽ അവർ ഈ പറഞ്ഞ എനിക്ക് സന്തോഷിക്കണം, എനിക്ക് സന്തോഷിക്കാൻ പ്രശ്നമൊന്നുമില്ല, അതിന് ഞാൻ കല്യാണം കഴിക്കണം എന്ന് ആവശ്യമുണ്ടോ, അതിന് കള്ളു കുടിച്ചാൽ പോരെ, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്താൽ പോരെ, അത് ചിലപ്പോൾ നിങ്ങളെ മുമ്പ് ഇങ്ങനെ ഇരുന്നാൽ പോരെ, എനിക്ക് സന്തോഷം ലഭിക്കുന്നുണ്ട്, അതിനിപ്പോൾ ഞാൻ എന്തിനാ മതത്തിൽ വിശ്വസിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മക്കളൊക്കെ വിചാരിക്കും ശരിയാണല്ലോ എന്ന്. പക്ഷെ ആത്യന്തികമായി സന്തോഷവും സുഖവും ഒന്നും അവർക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പ്രത്യേകമായ ഒരു കാര്യമാണ്. മാത്രമല്ല യൂട്ടിലിറ്റേറിയനിസം, പ്രയോജനവാദം, ഞാനതും ചുരുക്കി പറയാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഒരു പ്രവൃത്തിയുടെ നൈതികമായ ഗുണം അതിൻ്റെ അനന്തര ഫലങ്ങളിൽ നിന്നാണ്. ഒരു കാര്യത്തിന് ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പ്രവൃത്തി നല്ലതാണോ നോക്കാൻ അതിൻ്റെ ഗുണം നോക്കിയാൽ മതി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടക്കുവാണ്,
ആ ആക്സിഡൻറ്റ് നടന്നതിന് ശേഷം സംഭവിക്കുന്ന നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിനെന്തിലാണ് അതിൽ ഗുണമുണ്ടോ ദോഷമുണ്ടോ അതിനനുസരിച്ചാണ് അതിൻ്റെ നൈതികത. സത്യത്തിൽ ഒരുപക്ഷെ അയാൾ രക്ഷപ്പെട്ടേക്കാം, ഒരുപക്ഷെ അയാൾ രക്ഷപ്പെടാതിരുന്നേക്കാം. പക്ഷെ അതല്ലല്ലോ പ്രശ്നം. നമ്മൾ ചെയ്യുന്നതിൻ്റെ പിന്നിൽ എന്താണ് നമ്മുടെ നിയ്യത്ത് എന്നതല്ലേ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണത്, അല്ലെ വാല്യൂ ചെയ്യണത്. അത് അവർക്ക് വാല്യൂ അല്ല എന്ന് ചുരുക്കം. നെക്സ്റ്റ്, അതിൽ ഏറ്റവും അപകടകരമായ കാര്യം എന്താ അറിയോ? ഹാം പ്രിൻസിപ്പിൾ എന്ന് പറയും. വേറൊരാൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണില്ലേ, എന്നാൽ പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു അപകടകരമായ കാര്യം ഞാൻ വിട്ടുപോയി പറയാൻ. ഈ പറഞ്ഞ സന്തോഷ സിദ്ധാന്തത്തിൽ പലപ്പോഴും ഈ ബലാത്സംഗം ഉണ്ടല്ലോ, കൂട്ട ബലാത്സംഗമൊക്കെ പലപ്പോഴും അവരതിൻ്റെ പേരിൽ അവരതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ കൂട്ട ബലാത്സംഗം ചെയ്യുന്ന സമയത്ത് അതിലേർപ്പെടുന്ന ആൾക്ക് അവർക്ക് സുഖം, പ്രഷർ കിട്ടുന്നുണ്ട്. പക്ഷേ അത് അനുഭവിക്കുന്ന കുട്ടിക്ക് എപ്പോഴെങ്കിലും പ്രഷർ കിട്ടുമോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പം ലാസ്റ്റ് എന്തെന്ന് വെച്ചാൽ ഈ ഒരു അനിയന്ത്രിതമായ സ്വാതന്ത്ര്യം, ഈ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ an action are permitted so long as it does not harm someone else. മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ദോഷം സംഭവിക്കുമെന്ന് ഇല്ല എങ്കിൽ അത് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെ ലോകത്ത് എന്തെങ്കിലും ഉണ്ടോ? മറ്റുള്ളവർക്കൊരു ദോഷവും സംഭവിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എടുത്തിട്ടൊന്ന് എണ്ണി നോക്കി നിങ്ങൾ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അതൊക്കെ വെറുതെ അവരുണ്ടാക്കിയ ഓരോ വാദങ്ങൾ എന്നല്ലാതെ അങ്ങനെയൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ഏതായിരുന്നാലും അതിൻ്റെയൊക്കെ ഏറ്റവും രസകരമായ കാര്യം എന്താ അറിയോ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഫ്രാൻസ് ഇൻസെസ്റ്റ് എന്ന് പറഞ്ഞൊരു രക്തബന്ധുക്കൾ തമ്മിലുള്ള ഒരു തരം സെക്ഷൽ റിലേഷൻഷിപ്പിനെ അനുവദിച്ചു കൊടുത്തു. എന്നുണ്ടായിന്നറിയോ? അതിനോട് കുഴപ്പമൊന്നുമില്ലല്ലോ, രണ്ടുപേർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാൽ അതോടുകൂടെ എന്തുണ്ടായെന്നറിയോ? ആ റവല്യൂഷന് ശേഷം അവിടെ ഏകദേശം 10 ആളുകളും, പ്രത്യേകിച്ചും 10 സ്ത്രീകൾ ഇതിൻ്റെ വിക്ടിംസായി മാറി. എന്ന് മാത്രമല്ല, അതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 10 ആളുകൾ ഇൻസെസ്റ്റിൻ്റെ വിക്ടിംസായി. അതിൽ 78% സ്ത്രീകളാണ്. നമ്മുടെ പെൺകുട്ടികൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഒരു ജസ്ലാമാണ് ശരി ഒരിക്കലും പറഞ്ഞൊരു കാര്യം ചേർത്ത് പറയാൻ എന്ന് പറഞ്ഞാൽ, അവൾ മതം വിട്ട് എന്ന് പൂർണ്ണമായും പ്രഖ്യാപിച്ച് ആ ഒരു സമയത്ത് പിന്നീട് അവൾ തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇതങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോഴേക്കും ഈ മതമില്ലാത്ത ആളുകളൊക്കെ നിരന്തരമായി എന്നെ വിളിക്കാൻ തുടങ്ങി, നീ മതമൊക്കെ വിട്ടില്ലേ, ഇനി ഞങ്ങളെ കൂടെ പോരെ, ഒരു ദിവസത്തിനു വേണ്ടി, കുറഞ്ഞ സമയത്തിനു വേണ്ടി ഞങ്ങളുടെ കൂടെ പോരെ, ഇനി പ്രത്യേകിച്ച് ബൗണ്ടറികളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം അവർ പറയേണ്ടി വന്നു, ഞാൻ നിങ്ങളെ വിചാരിച്ച ഒരാളല്ല എന്ന് പറയേണ്ട ഒരു ഗതികേട് വന്നു. അതാണ് പ്രിയപ്പെട്ട പെൺമക്കളെ, മതം നിങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണത്തിൻ്റെ കവചമുണ്ടല്ലോ, അത് നിങ്ങൾ തകർത്തെറിയാൻ ഒരുങ്ങിയാൽ അതോടുകൂടെ നിങ്ങൾക്ക് ചുറ്റുമുള്ള ആ ബൗണ്ടറി നഷ്ടപ്പെട്ട് നിങ്ങളെന്ന് പറയുന്ന പവിത്രമായി ഇസ്ലാം കൽപ്പിച്ചിരിക്കുന്ന വ്യക്തിത്വമുള്ള, അസ്തിത്വമുള്ള ഒരു പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നിങ്ങളിലേക്ക് കടന്നു കയറാൻ നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾക്കും അനുവാദം കൊടുക്കാത്ത ആ വ്യക്തിത്വമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. ഗൗരവതരമായി നമ്മൾ കാണേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുമ്പോൾ ഈ ഡോക്ടർ ബിന്ദു അടക്കം പറയുന്നതാണല്ലോ ഒരു വലിയ സംഭവമായിട്ട്. എൻ്റെ നാട്ടിൽ ബാലുശ്ശേരിയിലെ ഒരു സ്കൂളിൽ ആൺകുട്ടികളുടെ വസ്ത്രം ധരിച്ചിട്ട് പെൺകുട്ടികൾ വന്നപ്പോഴേക്കും അതെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കുന്ന ഒരു വലിയ ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രയോഗം നോക്കൂ നിങ്ങൾ. പെൺകുട്ടികൾ ആൺകുട്ടികളിലേക്ക് വളരേണ്ടവരാണെന്ന പാട്രിയാർക്കി, ഇവർ ഈ പാട്രിയാർക്കൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൺഫ്യൂഷനാക്കാൻ നോക്കുകയാണ്. ഈ പാട്രിയാർക്കി ഏറ്റവും ക്രൂരമായിട്ട് പെൺകുട്ടികൾ അടിച്ചേൽപ്പിക്കുന്നത് ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണെന്നത് നമ്മൾ മറക്കാൻ പാടില്ല. അതിൻ്റെയൊക്കെ മുൻപ് അതൊക്കെ സംഭവിച്ചിട്ട് നശിച്ച നാടാണ് യൂറോപ്പും അമേരിക്കയും, നമ്മൾ മറക്കാൻ പാടില്ല. ഫാദർലെസ് അമേരിക്ക എന്ന് പറയുന്ന ഡേവിഡ് ബ്ലാങ്കൻഹോളിൻ്റെ പുസ്തകം നമ്മൾ കേൾക്കാത്തവരുണ്ടാവില്ല. ഈ 2022 ആ ഒരു ഡാറ്റ പ്രകാരം ഏകദേശം 18.3 മില്യൺ കുട്ടികൾ അമേരിക്കയിൽ ഫാദർ ഇല്ലാതെയാണ് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിംഗിൾ പാരന്റിങ്, ആ സിംഗിൾ പാരൻസ് അനുഭവിക്കുന്ന ത്രെഡ്സ്, ചലഞ്ചസ് പറഞ്ഞ് തീരാത്തത്രയാണ്. അവിടെ ഇറങ്ങുന്ന പുസ്തകങ്ങളിലെ മെയിൻ വിഷയങ്ങൾ അതാണ്. ബാരക് ഒബാമ ഒരിക്കൽ പറഞ്ഞു നോക്കി, ഇന്ത്യയിലെ സിസ്റ്റത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഈ ബാരക് ഒബാമയുടെ അമ്മയെ അവരുടെ ഫാദർ വളരെ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാണ്. അതുകൊണ്ട് അയാൾക്ക് നന്നായിട്ട് അറിയാം ഫാദർലെസ് അമേരിക്ക എന്താണെന്ന്. നെക്സ്റ്റ് നോക്കൂ നിങ്ങൾ, അനീതിയുടെ ഒരു സദാചാര ക്രമമാണ് ഇവർ പറയുന്നത്. നമ്മളിപ്പോൾ പറയാറില്ലേ, ഈ പറഞ്ഞ പെൺകുട്ടികളൊക്കെ അവരൊക്കെ ഒരു കാലത്ത് പരസ്പരം സമ്മതത്തോടു കൂടെയാണ് ഞങ്ങൾ സെക്ഷൽ ചെയ്തതെന്ന് പറയും. കുറച്ചു കാലം കഴിയുമ്പോൾ ആ പെൺകുട്ടിക്ക് തോന്നുകയാണ് എന്നെ അയാൾ മിസ്യൂസ് ചെയ്താണെന്ന്. ഉടനെ പോയി ആ പെണ്ണിന് ക്ലെയിം ചെയ്യാം. എന്നാൽ ഇസ്ലാമിലെ വിവാഹ നിയമപ്രകാരം അങ്ങനെ സംഭവിച്ചാലോ
ഒരിക്കലും ഒരു പെണ്ണും ഒരാണും പോയിട്ട് ക്ലെയിം ചെയ്യുന്നില്ല. കാരണം പരസ്പരം കരാറിലൂടെയാണ് അവർ രണ്ടുപേരും ഇണകളായി മാറിയത്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. സിംഗിൾ പാരൻറ്റിങ്ങിൻ്റെ അപകടം ലിബറലിസം എന്ന് പറഞ്ഞാൽ ബൗണ്ടറികൾക്കെതിരെയാണെന്ന് ചുരുക്കി പറയുകയാണ്. വ്യക്തി സ്വകാര്യ സാമൂഹിക ജീവിതത്തിൽ ഇസ്ലാം ഇടപെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംരക്ഷണത്തിനാണ്. വ്യക്തിയെന്ന, കുടുംബത്തിലെ അംഗമെന്ന, സമൂഹത്തിലെ അംഗമെന്ന, രാഷ്ട്രത്തിലെ അംഗമെന്ന എല്ലാ നിലക്കും നമുക്ക് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് ഇസ്ലാം എന്നുകൂടെ ചേർത്ത് പറയാണ്. ചില പണ്ഡിതർ പറഞ്ഞതിൻ്റെ ആ ഒരു ചുരുക്കം ഇങ്ങനെയാണ്: സ്ഥായിയായ നിയമങ്ങൾക്കും മാറുന്ന കാലദേശ സാഹചര്യങ്ങൾക്കുമിടയിൽ ഇണക്കവും അതുപോലെ തന്നെ രഞ്ജിപ്പും ഉണ്ടാക്കണം. എന്തായാലും ഷാജി സാഹിബ് പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്തെ പുതിയ കുട്ടികളുടെ പുതിയ പ്രതീക്ഷകൾക്കും ചോദ്യങ്ങൾക്കും പഴയ കാലത്തെ പഴയ മനസ്സുള്ള പഴയ നമ്മളുടെ പഴയ ഉത്തരങ്ങൾ കൊടുത്തിട്ട് അവരെ മതത്തിൽ നിന്ന് അകലാനല്ല പ്രേരിപ്പിക്കേണ്ടത്. മറിച്ച് പുതിയ കുട്ടികളെ പുതിയ കാലത്തെ പുതിയ ചോദ്യങ്ങൾക്ക് പുതിയ ഉത്തരങ്ങൾ നൽകിയിട്ട് ആ പ്രിയപ്പെട്ട നമ്മുടെ മക്കളെ നമ്മൾ ഈ ദീനിൻ്റെ വഴിയിലേക്ക് ചേർത്ത് പിടിക്കണമെന്നാണ് ഉപപ്രമാണങ്ങളെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പൊതുവായ ലക്ഷ്യത്തിൽ നിന്നാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. മതവിധികൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല. ഇസ്ലാമിൻ്റെ ബേസ് തന്നെ ശരിക്കും എല്ലാം ഹലാലാന്നുള്ളതാണ്. എന്നാൽ ഹറാം ഒഴികെ നമുക്ക് എന്താ താല്പര്യം? ചില ആൾക്കാർ വിസ്ഡം അടക്കമുള്ള ടീമൊക്കെ എന്താ പറയുക, മൊത്തം ഹറാമാക്കൽ അവരെ പണി. താടി വടിക്കൽ ഹറാമാണ്. അതുപോലെ തന്നെ അല്ലേ, നെരിയാണിക്കെതിരെ വസ്ത്രം ധരിക്കൽ അത് ഹറാമാണ്. മുസ്ലിങ്ങളെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കൽ അല്ലെങ്കിൽ അവരുടെ ആരാധന ഒക്കെ അത് എളുപ്പത്തിൽ ഹറാമിലേക്ക് കൊണ്ടുപോകാൻ അവർ താല്പര്യം. ഇസ്ലാം അങ്ങനെ ഹറാമല്ല. ഇസ്ലാമിൻ്റെ പൊതുതത്വം, ഇസ്ലാമിൻ്റെ പൊതുതത്വം എന്ന് പറഞ്ഞാൽ ഹലാലാണ്. ഹറാം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ക്ലിപ്തപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഇസ്ലാം എത്രത്തോളം ജനങ്ങളോട്, ജീവിതത്തോട്, പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നുണ്ട് നിങ്ങൾ നോക്കുക. ലക്ഷ്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. മാർഗങ്ങൾ എപ്പോഴും അയവുള്ളതാവണം. പരമാവധി ആളുകളിലേക്ക് ലുത്തുഫോട് ഇടപെടണമെന്ന് ചുരുക്കം. മുസ്ലിങ്ങളോട് നമ്മൾ നയപരമായി പെരുമാറണം. ആ മുസ്ലിങ്ങളോട് വളരെ മാന്യമായിട്ട് നമ്മുടെ ഈ സമ്മേളന നഗരി കാണാൻ വന്ന ആ മുസ്ലിങ്ങളോടടക്കം അവരെ നമ്മൾ വളരെ മാന്യമായി പെരുമാറിക്കൊണ്ടായിരിക്കണം സ്വീകരിക്കേണ്ടത്. അതേപോലെ തന്നെ കാലം, ദേശം, മനുഷ്യൻ ഇവരിലൊക്കെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഫത്വകളിലും ഉണ്ടാവണം, ദഅവാ പ്രവർത്തനങ്ങൾ ഉണ്ടാവണം, വിദ്യാഭ്യാസത്തിലുണ്ടാകണം. നമ്മളിതൊന്നും മാറാൻ തയ്യാറല്ല, നമ്മളിപ്പോഴും പഴയ രൂപത്തിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് വാശി പിടിച്ചാൽ ഇസ്ലാമിനെ ആളുകൾ അകന്നു പോകും. മറിച്ച് അനുവദിക്കപ്പെട്ട എല്ലാ ഫ്ലെക്സിബിലിറ്റിയിലും നമ്മൾ നിൽക്കണം ചുരുക്കം. അറിവും വിശ്വാസവും ആത്മീയ വളർച്ചയും ഭൗതിക പുരോഗതിയും സാമ്പത്തിക പുരോഗതിയും ധാർമ്മികതയും ഇതിനൊക്കെ ഇടയിൽ ഇസ്ലാം പറഞ്ഞൊരു വസ്തിയത്തില്ലേ, ആ വസ്തിയത്തെ നമ്മൾ നിലനിർത്തണമെന്ന് ചുരുക്കം. സ്ത്രീ സ്വാതന്ത്ര്യം അവരുടെ വ്യക്തിത്വത്തിന് അനുവദിക്കപ്പെട്ട ആ തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അവരെ പൂർണ്ണമായും അംഗീകരിക്കണം. ഇല്ലെങ്കിൽ മറുഭാഗത്ത് പടിഞ്ഞാറൻ നാഗരികത നമ്മളെ വിഴുങ്ങാൻ കാത്തിരിക്കാൻ. ഈ പടിഞ്ഞാറൻ നാഗരികയുടെ പ്രശ്നം എന്താണെന്നറിയോ? പൂർണ്ണമായും ഒരു ലിബറലിസത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാതെ പിടിച്ചു വെക്കുമ്പോഴോ, എല്ലാം ഹറാമാന്ന് പറയുമ്പോഴോ, എല്ലാം ഇസ്ലാം നിഷിദ്ധമാക്കി എന്ന് പറയുമ്പോഴോ, അപ്പോൾ അവർ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിനൊന്നും പറ്റൂല. നേരത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ കേട്ടിരുന്ന പോലെ തന്നെ ഷാദ് ഫാറൂഖി പറഞ്ഞല്ലോ, എന്തിനാ ഞാൻ ഈ സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത്, എനിക്കൊരു ചെറിയ ഇഞ്ചക്ഷൻ അടിച്ച സ്വർഗം കിട്ടൂല എന്ന് ചിന്തിക്കുന്ന ഒരു മക്കളെ മുമ്പിൽ എല്ലാം ഹറാമാണെന്ന് പറഞ്ഞാൽ അവർ ഈ ദീനിലേക്കൊന്നും വരില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ദീൻ പഠനവും അങ്ങനെയും വല്ലതാനും പ്രബോധനവും അങ്ങനെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലദേശ സന്ദേശങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രബോധനം ചെയ്യാൻ നമ്മളെ പഠിപ്പിച്ചത്. പൂർവികരിൽ നിന്ന് സ്വീകരിക്കാവുന്ന എല്ലാ നന്മകളും നമ്മൾ സ്വീകരിക്കണം എന്നുകൂടെയാണ് ചേർത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇസ്ലാമിൻ്റെ ഈ വസ്തിയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നേടാവുന്ന മുഴുവൻ നന്മകളും നേടിക്കൊണ്ട് ഈ വിശാലമായ ഈ ഇസ്ലാമിൻ്റെ പ്രതലത്തെ മുന്നോട്ട് ലോകത്തിനു മുന്നിൽ പങ്കുവെക്കാൻ കഴിയുന്ന, ഞാൻ മനസ്സിലാക്കുന്നോണം ഏറ്റവും വിശാലമായി ചിന്തിക്കുന്ന ഒരു പ്രസ്ഥാനമായ KNM മർക്കസ് ദഅവയുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിനെ കൂടുതൽ വിശാലമായി ഇസ്ലാമിനെ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പാകത്തിലേക്ക് പരിചയപ്പെടുന്നതിൽ ഞാനും നിങ്ങളും ആസ് എൻ ഇൻഡിവിജ്വൽ ഉണ്ടാവണമെന്ന് കൂടെ ആത്മാർത്ഥമായി ആവശ്യപ്പെട്ടുകൊണ്ടും അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.